മുമ്പ് ഇന്ന് പറയണേ നിങ്ങളുടെ കാമുകൻ ജട്ടി മാറുന്നത് പോലെ പെണ്ണുങ്ങളെ മാറുന്നേന്ന്. ഞാൻ ഞെട്ടി നിൽക്കുവാണ് ഈ ജട്ടി മാറുന്നത് കേട്ടിട്ട്. ഒന്ന് ആലോചിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മുലയിൽ ജട്ടി പോലും ഒരു ജട്ടി കമ്പനി തുടങ്ങുന്ന പ്ലാൻ കൊണ്ടുവന്നത്. ഞാൻ മട്ടൻ ബിരിയാണി ആയിട്ട് വന്നാല് മട്ടൻ ബിരിയാണി ആയിട്ട് വരാനായിട്ട് ആരെയാണ് കൂടെ കൊണ്ടുവരുന്നത്? അല്ല മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി വരാൻ വേണ്ടി വീണ്ടും പോയി പ്ലാസ്റ്റിക് സർജറി. അപ്പൊ നടക്കാൻ അറിയാവോ? ഒരു പാത്രത്തിൽ മട്ടൻ ബിരിയാണി പൊക്കി കിണ്ടി നോക്കുമ്പോ അടിയിൽ വീണ്ടും കഞ്ഞിയും വീണ്ടും ആള് മടുക്കും. ഉളുപ്പില്ലാത്തവളാണെന്ന് അണ്ണൻ അറിയാലോ. അതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സത്യം സത്യം സത്യം. എന്താണെന്ന് അറിയത്തില്ല. സത്യസന്ധമായിട്ടുള്ള സുന്ദരികളായ പെൺകുട്ടികളെ അംഗീകരിക്കാൻ ഈ ലോകം തയ്യാറാവത്തില്ല. ഇപ്പോഴും എനിക്ക് ആ ഷർദിലിന്റെ കേസാണ് ഓർമ്മ വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഓർമ്മ വരുന്നത്? മറ്റേ കരച്ചിലിന്റെ അങ്ങറ്റം ഉണ്ടല്ലോ, മറ്റേ ചിലരിന്ന് കരയല്ലേ അതാണ് എനിക്ക് അങ്ങനെ ഇടയ്ക്ക് നീ സംസാരിക്കാൻ കേൾക്കുന്നേ. മനസ്സിലാക്കാൻ പഠിച്ചത് ഇത്ര പെട്ടെന്ന്. കറണ്ട് പോയി രക്ഷപ്പെട്ടോ ആളെ ഊരി വയറൂരി ഓടി അന്ന് ആളുടെ അൽസർ രോഗത്തോടുകൂടി ആളെ ഓടി. ലവിന്റെ അർത്ഥം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂടാ. അത് നിനക്കറിയോ ബാബു? നമ്മളൊക്കെ ഇതൊന്നും പഠിച്ചിട്ടില്ല. അതെന്തൊരു പഠിച്ചാനാണ് കേട്ടെ. ഈ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് പ്രൊഫിറ്റുള്ള ഞാനും ബാബുവാണ്. വേറെ ആരും അങ്ങനെ വാസുവിനെ പോലെ മിനിറ്റിന് മറ്റേ പെണ്ണുങ്ങളെ വരുന്നതൊന്നും നമുക്കില്ലായിരുന്നു. അണ്ണനൊരു കാര്യം അറിയാം. ആ കുക്കു വന്നിട്ട് എന്റെ മുമ്പ് ഇന്ന് പറയണേ നിങ്ങളുടെ കാമുകൻ ജട്ടി മാറുന്നത് പോലെ പെണ്ണുങ്ങളെ മാറുന്നേന്ന്. ഞാൻ ഞെട്ടി നിൽക്കുവാണ് ഈ ജട്ടി മാറുന്നത് കേട്ടിട്ട്. ഒന്ന് ആലോചിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മുലയിൽ ജട്ടി പോലും പറയാൻ പറ്റും എനിക്കറിയാം. ഒരു ജട്ടി കമ്പനി തുടങ്ങുന്ന പ്ലാൻ കൊണ്ടുവന്നത്. അത് വേറെ പ്ലാനാണ്. എന്നാലും ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്തുവാ തിരിച്ചു പറയണെന്ന് പോലും അറിയുന്നത്. ഞാൻ പറയണെങ്കിൽ ചില സമയത്ത് നമ്മള് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പറയണം. ഇങ്ങനെ തന്നെ പറയണം. ഇങ്ങനെ ചെയ്തിട്ടില്ല ഇടത്തില്ലെന്ന് തന്നെ പറയണം. അതിനൊന്നും പടി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നാളെ ഇങ്ങേര് വന്നിട്ട് പറയും ഞാൻ ജട്ടി ഇടാത്ത കാര്യം നീ നാട്ടി മൊത്തം പറഞ്ഞു കിടക്കുമല്ലേ ഇടിയെന്ന്. അങ്ങനെ ചോദിക്കുന്ന മനുഷ്യനാണ് അങ്ങേര്. ചോദിക്കുന്നവനാണ് അത്തി എന്ന് ചോദിക്കുന്നവനാണ്. മനസ്സിലായി. ബാബു മോലാളിക്ക് ഉണ്ടായ എക്സുകളെ പോലല്ല ഈ എക്സ്. അല്ല ഈ വൈ. ഞാൻ എന്നെ എക്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലല്ലേ? വൈ ആയിട്ട് കൂട്ടത്തുള്ളൂ. വൈന്ന് സത്യം നമ്മൾക്ക് കിടക്കിടക്കുന്നത് വൈ. അണ്ണാ ഒരാള് വിഷമം പറയുമ്പോ ഇങ്ങനെ നാല് പേര് വിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഫേക്ക് ആയിട്ട് പോലും വേറൊരാളെ പ്രേമിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പ്രേമിക്കുന്നത്. ഞാൻ പറയട്ടെ, എലിയായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേക്ക് പ്രേമത്തിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളത് എനിക്ക് മാത്രമാണ്. ഇപ്പൊ എല്ലാരും വരുന്നതാണ്. ചോദിച്ചൊക്കെ കോച്ചൊക്കെ ചോദിച്ചാലും ഒരാളെ ഇങ്ങനെ ഫേക്കായിട്ട് പ്രേമിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാത്ത പോലെ നടിക്കാം. കർമ്മ ഈസ് എ ബൂമറാങ്. എന്നെങ്കിലും കർമ്മ വരും. കർമ്മ വരുമ്പോ അത് പെണ്ണാണെങ്കിൽ അങ്ങനെ അവളുടെ കൂടെ പോകും. എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഈ കർമ്മയെന്ന് പറഞ്ഞ് വരുന്നതെല്ലാം പെണ്ണുങ്ങളാണ്. മനസ്സിലായില്ലേ? തിരിച്ചു കറങ്ങി വരുന്നത്. ഇത് ഒരിക്കലും ഇനി മുരളി മാത്രം കുറ്റം പറയാത്ത കാര്യം അറിയാവോ? മുരളി ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഡെയിലി 2 നേരമെങ്കിലും സ്നേഹം കിട്ടണം. സത്യം. ചോറിന്റെ കഴിയുമ്പോഴെങ്കിലും സ്നേഹം കിട്ടണം. ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എലി ഇപ്പൊ ദിവസവും സെയിം ഫുഡ് തന്നെ കഴിക്കുമോ? സെയിം ഫുഡ് കഴിക്കുമ്പോ മടുക്കൂലേ? ചോറും മീൻകറിയാണ് മടുക്കത്തില്ലേ? വേണ്ടത് ഡെയിലി രാത്രി. അതൊരു രോഗമാണ്. അത് അങ്ങനെ അത് പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഡെയിലി കിട്ടുന്ന കഞ്ഞിയും കറി അത്ര പോരായിരിക്കും. ചോറും മീൻകറിയെങ്കിലും ഇടുമ്പോ കിട്ടണ്ടേ? കിട്ടുന്നത് കഞ്ഞി പയറും. പയറില് മൊത്തം കല്ലും. ഓടിക്കുന്നതാരാണ്?
പറഞ്ഞപ്പോ ദേഷ്യം വന്നു. കയറും കഞ്ഞിയും കയറും കഞ്ഞിയും കയറും കയറ് മേടിക്കാൻ തോന്നണ്ടാ? ഞാന് മട്ടൻ ബിരിയാണി ആയിട്ട് വന്നാലാ. മട്ടൻ ബിരിയാണി ആയിട്ട് വരാനായിട്ട് അപ്പൊ ആരെയാണ് കൂടെ കൊണ്ടുവരുന്നത്? മട്ടൻ ബിരിയാണി എലി മട്ടൻ ബിരിയാണി ഇട്ട് വരാൻ വേണ്ടി വീണ്ടും പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യും. അപ്പൊ നടക്കാൻ അറിയാവോ? ഒരു പാത്രത്തിൽ മട്ടൻ ബിരിയാണി പൊക്കി കിണ്ടി നോക്കുമ്പോ അടിയിൽ വീണ്ടും കഞ്ഞിയും വീണ്ടും ആളും മടുക്കും. സത്യം തുറന്നു നോക്കുമ്പോ വീണ്ടും കഞ്ഞി വരാൻ അടിയില്. മറ്റേ കുക്കുവിനാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റേ കുക്കുവാണ് അത്. എന്റെ പൊന്നെ ഇപ്പൊ ചെന്നാലും പറയാം നിങ്ങളുടെ കാമുകൻ ചട്ടിയാണ്. അങ്ങനത്തെ ആളാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അന്ന് വാസുവിന്റെ അടുത്ത് കാര്യം പിടിച്ചു പറഞ്ഞു, വാസു പോവല്ലേ പോവല്ലേ, ഇവിടെ പുസ്തകക്കാരിയാണ്. മിസ് ചെയ്ത ഒരു ഡേ ഉണ്ടായിരുന്നു കേട്ടോ. കുക്കു വന്നിട്ട് എടാ കാമ കണ്ണ പീരി കിടന്ന് കോഴിയാണ് ചെറ്റ കോഴിന്ന് പോടാ. എന്റെ അമ്മോ, അത് ശരിക്കും മിസ് ചെയ്തു വരാൻ പറ്റില്ലല്ലേ? നിങ്ങളല്ലേ നീ. അയ്യോ അതെനിക്ക് കാണാൻ പറ്റില്ല ബാബു. അയ്യോ അന്നത് മുട്ടത്തിന് എന്തൊക്കെ പറയുന്നറിയാവോ? ഇതിന്റെ പിടിപ്പ് പറയല്ലേ സാർ, ഈ കോഴി ഇവിടെ കിടന്ന കിടക്കുന്ന സാർ പിടിച്ച് കൂട്ടിലിടാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങള് മൂന്നുപേരും മാറി ചിരിച്ചല്ല. ഞാനും ചന്ദ്രൻ എലി മാറി. ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എങ്ങനെയാണ് ഈ മുതലിനെ പ്രേമിക്കാൻ തോന്നുന്നത്? ഞാൻ പറയട്ടെ, ഇപ്പൊ നീ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിന്നെക്കാട്ടി ആത്മാർത്ഥത കൂടി ഒരാളെ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് ഞാൻ നമ്മൾ ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു വല്ലാത്ത തരം പ്രേമം. അത് തന്നെ ചന്ദ്രന്റെ കൂടെ ഉള്ള താര, അത് തന്നെ ചന്ദ്രന്റെ താര, അത് തന്നെ നമ്മളെല്ലാരും ഇത് പൊളിക്കും. മള്ളി ഒരു മിനിറ്റിൽ 5 പെമ്പിള്ളേരെ പീഡിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തൂക്കി കൊന്നാലും പറയും മള്ളി ചങ്കക്കൂടെ വളർന്ന്. അതാണ് താര. സത്യം. അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരാളെ കഴുത്തറുത്തോണ്ടിരിക്കുകയാണ് പറയും, മനസ്സിലായില്ലേ? അങ്ങനെയല്ല ഉള്ളതാ. കത്തിക്ക് മൂർച്ചയുള്ള കത്തിയാരെ ഇത് വെച്ച് മുറിക്കാൻ പറയും, മനസ്സിലായില്ലേ? ശ്രീവല്ലിക്കളി നിർത്തി കൊടുക്കണം. സത്യം, അവിടെ ശ്രീവല്ലിയെ കാട്ടി ഭയങ്കര കുഴപ്പമാണ്. എന്നിട്ട് എന്ത് പറഞ്ഞാലും ന്യായം, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വേണ്ട. ഇത് മാത്രമല്ല, അതറിയാവോ, സിറ്റിയിലെ പലരെ അസുഖം മുകളിൽ കെട്ടിപ്പിടിച്ചാണ് മാറ്റുന്നവരെ പറഞ്ഞളഞ്ഞ്. ഓ പറയണേ, അവക്ക് അൾസറിന്റെ അസുഖം ഉണ്ടായിരുന്നു, അത് വാസു കെട്ടിപ്പിടിച്ചപ്പോ മാറിയുന്നു. അതൊക്കെ എന്തിനു രോഗം? നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതി ആണ്. അങ്ങനെ കഴിവുണ്ടെങ്കിൽ ചന്ദ്രന്റെ ഒക്കെ മൂലക്കൂടി എന്നെ മാറിയ ചുമ്മാ വിശ്വസിക്കില്ലേ ബാബു? ഞാൻ വിശ്വസിക്കാനാ പുള്ളിയുടെ കഴിവുകള്? ഞാൻ വിശ്വസിക്കാനാ? സത്യം. പുള്ളി കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇതുവരെ? പുള്ളി പണ്ടങ്ങാണ്ട് ഓർമ്മ പോലും ഇല്ല. എന്റെ ഒരു ഓർമ്മയില് എലി പണ്ടൊരിക്കേ പറ്റില്ല. നമ്മൾ കണ്ടായിരുന്ന മറ്റേ ബൾബ് കത്തുന്നില്ല. ബൾബ് കത്താത്ത റൂമിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞ പിന്നെ ബൾബ് കത്തുന്നില്ല നമ്മൾ നോക്കണ്ടേ? കറണ്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരോട് നിന്ന രീതി ശരിയല്ലേ ചേട്ടാ? അത് പിന്നെ ഒരു കാമുകന്മാർക്ക് കറണ്ട് ഇല്ലാത്തപ്പോ പേടിച്ചിട്ട് പിടിച്ചേടല്ലോ. പക്ഷെ മള്ളി പറയുന്നത് എന്താറിയാവോ? മള്ളി ഇന്നെ വരാതെ ഒന്നും മുട്ട പോലും വെച്ചിട്ടില്ലെന്നെ. മുട്ട വെച്ചിട്ടില്ലേ? മുത്തം പോലും വെച്ചിട്ടില്ലത്. മുത്തം വെക്കാറില്ല. മുത്തം വെക്കാൻ പുള്ളി സമയം എടുക്കാറില്ല. അതൊന്നും സമയം അങ്ങേരടാ പതിവ്രത ചമയൽ. കള്ളൻ പറ്റിയുള്ള എന്താണ് ഉദ്ദേശം എന്നൊന്ന് നമുക്കൊന്നും മനസ്സിലിപ്പിണ്ടാന്ന് അറിഞ്ഞാലോ? ഏത് താരരെ? താരയുടെ മനസ്സിൽ കറക്റ്റ് ആയിട്ട് എന്റെ കല്യാണം കഴിക്കാനാണോ, പ്രേമിക്കാനാണോ, സപ്പോർട്ട് ചെയ്യാനാണോ? ഞാനൊരു കാര്യം പറയട്ടെ എടാ, എനിക്ക് 100% അറിയാതെ, അത് ഏത് ട്രാക്കിലോട്ട് പോണേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. അപ്പം എലി
10 വട്ടം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അടുത്ത പ്രാവശ്യം തലച്ചോറ് ചെയ്യാൻ നോക്കും സർജറി. മുഖത്ത് ചെയ്യണതിന്റെ പാതി പൈസ മതി. തലച്ചോറ് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ നോക്കുന്നത് ഇപ്പൊ. ഞാൻ ഐഡിയ കിടിലം പ്ലാൻ പറഞ്ഞേ. പുള്ളി എങ്ങനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയാലോ? പുള്ളി പറ്റ നിന്റെ ഭാവയാണല്ലോ തട്ടിക്കൊണ്ടുപോയി തെറ്റിക്കൊണ്ടുപോയി കെട്ടിയ പിന്നെ ബാക്കിയെല്ലാം കെട്ടിയിട്ട് നിർത്തേണ്ടി വരും. ഈ മറ്റേ അവസാനം അത് മറ്റേ അതിന്റെ പേര് റേപ്പെന്നാവും. കേസ് റേപ്പായിട്ട് മാറും. മനസ്സിലായില്ലേ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അയ്യോ സത്യം. പത്രത്തിലൊക്കെ വരുന്നത് എലിയുടെ ഫോട്ടോ ഒക്കെ. എന്റെ മധുരയ്ക്കല്ലേ ഞാൻ വിറച്ചിലാണെന്ന്. എനിക്ക് എന്റെ കുടുംബക്കാരെ കാണുന്നതൊക്കെ പറയുന്നത്. ഹലോ സൂര്യമണി സൂര്യപ്പൻ അവൻ സ്വന്തം പോലല്ല. അവന് സ്നേഹം കണ്ട കള്ളൻ. നിങ്ങളല്ലേ അടുപ്പിച്ചടിപ്പിച്ചാണ് മണി ലിസ്റ്റ് കിട്ടോ? അവനും അവന്റെ ചെറുക്കിന് വരെ ഉണ്ടെന്ന ആത്മാർത്ഥമായ പ്രണയം. എന്തിനു അത് വേണ്ടേ? അങ്ങനെ ഒരാള് വേണ്ടേ? ഞാനേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു വല്ലാത്തൊരവസ്ഥപ്പെട്ടിരിക്കണേ. എന്റെ ഒരു അവസ്ഥ ആലോചിക്കണം. 9 മണി തൊട്ട് ഒരു 12 മണി വരെയൊക്കെയാണ് നമ്മള് സിറ്റി കാണുന്നത്. 9 മണി തൊട്ട് 12 മണി വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവകാലത്തേക്ക് എവിടെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ബാച്ച് പ്രൊഡക്ഷൻ ആണ്. ഓരോ ദിവസം ഓരോന്നുണ്ടായി വരാൻ. ഇന്നലെ അവന്റെ ബർത്ത്ഡേ, ഇന്ന് അവന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ. സ്വന്തത്തിൽ നടത്താൻ പറഞ്ഞു. അവൻ സെറ്റാക്കി ബാബേനെ സെറ്റാക്കി നടന്നു. പിഴച്ച ചെറുക്കൻ കൊച്ചാങ്കാലത്തിലെ പ്രണയം. സത്യം ചന്ദ്രന്റെ പോലല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് സെറ്റ് ആവണോ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഇപ്പം സിറ്റിയില് മറ്റേ ഇവിടെ ഈ താരേനെ കൊല്ലാനെന്നും പറഞ്ഞ് മറ്റേ ബൽറാമെന്നും പറഞ്ഞിട്ട് നടപ്പുണ്ട് എന്നാണ് ഈ താര തന്നെ പറയുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് ഈ ബൽറാമെന്ന് ആയിട്ട് സാമ്യമുള്ള ഒരു ബൽറാമിന്റെ സംഘത്തിനെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബൽറാമാണ് ഇവനല്ല, ഇവനെ വേണ്ട. ഇവ സംസാരിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവില്ലേ ഇവിടെ ബംഗാളി ഭാഷ. ഞാൻ വേറെ ഭാഷ കൊണ്ട് കയ്യില്ല. ഞാൻ നൈസായിട്ട് അപ്പൊ ആ സമയത്ത് അതാണ് എങ്ങനെ പറഞ്ഞാല് വായിന് മുത്ത് പറഞ്ഞ നോക്കണ. അതുള്ള കുറെ കാര്യമാണ് ബാബു. അതുകൊണ്ട് അന്നാ പണ്ടത്തെ പോലെയല്ല. അന്നാ പണ്ട് എന്റെ സൈഡിലായിരുന്നു. തിരിച്ചൊന്നും പറയൂല. എടാ അവള് പറഞ്ഞ കാര്യമാണ്. നീ സംസാരിച്ചാ അവർക്ക് പിടി കിട്ടുമെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നെ കുറ്റം എന്തെല്ലാം പറയാ? ഞാൻ ചിരിച്ചാ കളിയാക്കിയാ ചിരിക്കുകയല്ലോ ചെയ്താ? എടാ സൗണ്ട് എടാ നിന്റെ സൗണ്ട് മാറ്റുന്നത് എല്ലാം പറഞ്ഞത്. നിന്റെ ടോൺ ഉണ്ടല്ലോ ബംഗാളി ടോൺ. അത് വേറെ ടോൺ എന്റെ കയ്യിലുണ്ടല്ലോ. പറഞ്ഞോ വേറെ ടോൺ കേക്കട്ടെ. ഹലോ തട്ടിക്കൊണ്ട് പോകണം. നീ ബൽറാമാണെന്നുള്ള രീതി പറയണം. ഹലോ ഞാൻ ബലറാമാണ്. എന്നെ വിളിച്ചായിരുന്നു ആരെങ്കിലും? വെൽക്കം. സംസാരിക്കായിരുന്നു. ഹലോ എനിക്കും അത്ര കുഴപ്പം. പുള്ളി മൊലലിയെ കുറ്റം പറയും. ഫോണിലാണ് പുള്ളി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും. ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. മൊലലി ഫോണും മറ്റേ വെച്ച് ചന്തി വെച്ച് ഓടും. അണ്ണ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. ഹലോ എന്റെ നെറ്റ് ചെറിയ സീനുണ്ട്. മറ്റേ സമ്പർക്ക പ്രശ്നമാണോ? ഇല്ല അങ്ങനെ അല്ല. അപ്പൊ ഇതിനൊരു പ്ലാൻ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. അതെ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മൾ താരേനെ തട്ടിക്കൊണ്ട് പോകുന്നു. താരേനെ നമ്മള് മനസ്സിലായില്ലേ? പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ താരേനെ ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ബൽറാമിന് താരെടുത്ത് ഇഷ്ടമുണ്ടെന്ന് ആക്കാം. എങ്ങനെയുണ്ട്? ബൽറാം തട്ടിക്കൊണ്ടു പോവാൻ നോക്കുന്നത് പുള്ളിയുടെ ആത്മാർത്ഥ പ്രണയം കാരണമാണെന്ന് പറയാം. അതുകൊണ്ടാണ് കൊല്ലാതെ ഇത്ര നാളെ വെച്ചിരുന്നെന്ന് കൂടി അങ്ങ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ ആക്കാലോ. അവളെ കൊല്ലാതെ അതൊക്കെ നമ്മൾ മാറ്റുന്നു. ബൽറാമിനെ കണ്ടിട്ടുണ്ടോ? അവള് കണ്ടിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത്. നമുക്കറിഞ്ഞൂടാ.
24 മണിക്കൂർ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഫോൺ വന്നിട്ട് എടുത്തോണ്ട് പോകണമാര് എനിക്ക് കണ്ണിനുണ്ടോ കാര്യം പറയല്ലേ. നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഫോണിൽ സംസാരിക്കുന്നത് കട്ട് ചെയ്തിട്ട് പിന്നെ സംസാരിക്കൂല. അല്ല ഞാൻ ബൽറാമിനെ തപ്പുമായിരുന്നു. ബൽറാം ആവാൻ പറ്റിയ ആരെ കൊണ്ട് നോക്കി ഒരു ഷോർട്ട് ലിസ്റ്റ് റെഡി നീ വിളിച്ച മറ്റേ സൂര്യബോസിനല്ലേ അവരാടാ എന്നാ ഒന്നേ നമുക്ക് കഴുകൻ സുരേന്ദ്രനെ വിളിക്കാം. കഴുകൻ സൂര്യ അവരൊന്നും വേണ്ട, അവനൊക്കെ അഭിനയിച്ച് കൊളാക്കി കളയും. അവന്റെ അച്ഛൻ്റെ അവിടെയൊക്കെ പറയും സ്പെഷ്യൽ എൻട്രി അണ്ണാ കടൽ ഡാനി ഉണ്ട്. കടൽ ഡാനി ഒന്നും വേണ്ട, പോടാ ഇറങ്ങി അടിച്ചു പോകാ പോടാ. നിങ്ങൾ എവിടാ? ഹലോ അതാണ് എന്റെ ചോദിക്കണേ. എല്ലാരും എന്റെ കെട്ട് പൊളിച്ച ഞാൻ എന്റെ കെട്ട് പൊളിച്ചു. എന്തിനു പറഞ്ഞു നിനക്കിപ്പോ എന്തിനു പറഞ്ഞു? എന്ത് അവിടെ അഴുകുന്ന പറഞ്ഞപ്പോ അഴുക്കുന്ന തന്നെ. അയ്യോ അഴുക്കെന്നല്ല, ഒരു അഴുക്ക് വിളിക്കുന്ന പറഞ്ഞു. ഓക്കെ ഓക്കെ അഴുക്കിനെ വിളിച്ചത്. എന്തിനു പറഞ്ഞാലും ഇങ്ങനെ തന്നെയല്ലടാ ബാബു. എന്തിനടാ ഇങ്ങനെ ഒരു പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്നെ പോലെ ഒരു പാവത്തിനെ നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്റെ മുഖത്ത് നോക്കുങ്ങള്. എലി മനസ്സൊന്നും വിചാരിക്കല്. എലി കാരണം എനിക്ക് കുറച്ച് പൈസ ചെലവുണ്ടായി, അതുകൊണ്ടാണ്. ഞാൻ ഒരു എഡിറ്റർ എടുത്തിട്ടുണ്ട്, പൈസ കൊടുക്കുന്നുണ്ടിരിക്കുന്നത് മുതലാണ്. സത്യം പറയല്ലേ, എലി വന്നപ്പോഴാണ് എഡിറ്റർ വിളിച്ചേ? അത് ഞാൻ ഇപ്പഴേ ബാബു ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇവിടെ ഉണ്ടാവല്ലോ എങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റിയല്ലേ. എനിക്കിപ്പോ ഞാൻ ബാബു എനിക്കിപ്പോ എന്റെ കാര്യത്തിൽ പോലും ഇത്ര ആത്മാർത്ഥത, പക്ഷെ നിനക്ക് എങ്ങനെങ്കിലും മറ്റേ 500 അതെ അങ്ങനെയാണ് ഞാൻ കൂടെ സാലറി പതുക്കെ കൊടുക്കാം.